ദേശത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ 116 സങ്കീർത്തനം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിപ്രകാരം പറയുന്നു: യഹോവേ, എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിച്ചു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയും ഉള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകെ കഴിക്കും. എൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ എൻ്റെ സകല ജനവും കാണുകെ കഴിയും. എൻ്റെ പേര് ശാലിനി. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാമായിരിക്കും. ഞാൻ തിരുവല്ലയുടെ പ്രദേശത്ത് ഒരു യാഥാസ്ഥിതിക ജ്ഞാനായ യാക്കോബ കുടുംബത്തിലെ 3 പെൺകുട്ടികളുള്ള വീട്ടിലെ മൂത്ത മകളാണ്. വളരെ ആത്മീയമായ രീതിയിൽ എൻ്റെ മാതാപിതാക്കന്മാർ അവർക്കറിയാവുന്ന സത്യങ്ങളിൽ ഞങ്ങളെ വളർത്തുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ പഠിക്കുകയും വളരുകയും ചെയ്തിരുന്ന സമയത്ത് എൻ്റെ 18ാമത്തെ വയസ്സിൽ 2001 നിരന്തരമായി എൻ്റെ കഴുത്തിൽ വരുന്ന നീര് മുഖാന്തരം എന്നെ പല ആശുപത്രികളിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായി. അവിടെ വെച്ച് പല ആശുപത്രികളിൽ കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. ഒടുവിൽ 2001 ഓഗസ്റ്റ് 18-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വീണ്ടും ഉള്ള ചെക്കപ്പുകൾക്കും പരിശോധനകൾക്കും വേണ്ടി കടന്നുപോയി. അവിടെ ചെന്ന വിദഗ്ധമായ പരിശോധനകൾക്ക് ഒടുവിൽ ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു തരം വിഭാഗത്തിൽപ്പെട്ട ഒരു ക്യാൻസർ ആണെന്ന് എനിക്ക് അറിയുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് 3ാമത്തെ സ്റ്റേജിലേക്ക് കടന്നു പോയിരിക്കുന്നു എന്ന് ഡോക്ടർമാർ പറയുവാനിടയായി. എൻ്റെ മാതാപിതാക്കന്മാർ തകർന്ന് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടർമാർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുവാനായിട്ട് അവർ തയ്യാറെടുത്തു. അങ്ങനെ 2001 സെപ്റ്റംബർ 28-ാം തീയതി മുതൽ കീമോതെറാപ്പി ചെയ്യുവാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അതിൻ പ്രകാരം ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം എന്തെന്നോ എന്താണ് പൂർണ്ണമായി സംഭവിക്കുന്നോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ വളരെ അസുഖമായിട്ട് ഇവരിത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരിക്കൽ അസുഖമായിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ വെളുപ്പിനെ എൻ്റെ അമ്മ എന്നെ പഠിക്കുവാനായിട്ട് വിളിച്ചു. ഞാനത് BSc പഠിക്കുക, ഫസ്റ്റ് ഇയർ. അപ്പോൾ പരീക്ഷയ്ക്ക് പിറ്റേ ദിവസം പോകണം. എന്നാൽ മുഖത്ത് നീര് കൊണ്ടും പ്രയാസം കൊണ്ടും എനിക്ക് രാത്രി പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പം വെളുപ്പിനെ 3 മണിയായപ്പോൾ അമ്മ എന്നെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ ഉടനെ പനി കൊണ്ട് ഞാൻ കണ്ടമാനം വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, നീ പഠിക്കണ്ട, പരീക്ഷയ്ക്കൊന്ന് പോകണ്ട, ഞാൻ വിളിച്ച് പറയാം, നീ കിടക്ക എന്ന് പറഞ്ഞ് എന്നെ വേറൊരു മുറിയിൽ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് എൻ്റെ അമ്മ അവിടെ ഇരുന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ അമ്മ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അറിയാവുന്ന ഭാഷയിൽ എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാനപ്പോൾ ഉറക്കത്തിലാണ്. ദർശനം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അവിടെ കിടന്ന് പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്തിൽ ഞാൻ ഇപ്രകാരം ഒരു ദർശനം കാണുവാനിടയായി. അനേക മാലാഖമാർ എൻ്റെ അടുക്കിലേക്ക് വരികയും ഞാൻ എവിടേക്കോ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന ഒരു പ്രതീതി ഞാൻ കാണാൻ ഇടയാകുകയും ചെയ്തു. അവരെൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ കൊണ്ടുപോകാനായിട്ട് വരികയാണ്. എന്നാൽ എന്തോ ഒന്ന് അതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നതായിട്ട് എനിക്ക് ആ സ്വപ്നത്തിൽ കാണുവാനായിട്ട് ഇടയായി.
ഞാനത് വിശ്വസിക്കുന്നത് അതെൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണത്. കാരണം എൻ്റെ അമ്മയുടെ കരച്ചിലും പ്രാർത്ഥനയും എനിക്ക് മറുഭാഗത്തില്ലെങ്കിൽ നല്ല ഉറക്കമാണ്, പക്ഷെ എനിക്കിത് വളരെ ക്ലിയറായിട്ട് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അവരെൻ്റെ അടുത്ത് വരെ വന്നു കഴിഞ്ഞിട്ട് അവർ ഒരു ശബ്ദം കേൾക്കും, അവൾക്ക് സമയമായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോരുക. അത്രയും കേട്ടു, ഞാൻ ചാടി എഴുന്നേറ്റു. അതൊരു സ്വപ്നമായിട്ടല്ല എനിക്ക് തോന്നിയത്, വളരെ യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാലാഖമാർ എവിടെ എന്ന് ചോദിച്ചാണ് ഞാൻ എഴുന്നേറ്റത്. എന്നാൽ ഞാൻ എഴുന്നേറ്റപ്പോൾ ആരും ആ മുറിയിലില്ല. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിരുന്നു, ഞാൻ മാത്രം ആ കിടക്കയിൽ കിടക്കുകയാണ്. അപ്പോൾ എന്നിൽ ഒരു സമാധാനം നിറഞ്ഞു. ഒരു പക്ഷേ പിന്നീട് ഉള്ള സംഭവങ്ങൾക്ക് വേണ്ടി എന്നെ ഒരുക്കുവാൻ വേണ്ടി കർത്താവ് ആ സമാധാനം കൊണ്ട് എന്നെ നിറച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അസുഖം എന്താണെന്ന് അറിഞ്ഞിട്ടും ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. എൻ്റെ അസുഖത്തിൻ്റെ മൊത്തം ഡീറ്റെയിൽസും എൻ്റെ മാതാപിതാക്കന്മാരും ഡോക്ടർമാരും എടുത്തു വെച്ചിരുന്ന റിപ്പോർട്ടുകൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കരത്തിൽ വരുവാനും അത് വായിക്കുവാനും അങ്ങനെ എൻ്റെ അസുഖത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയുവാനും സാധിച്ചു. അതുകൊണ്ട് എൻ്റെ അസുഖത്തിൻ്റെ പൂർണ്ണ ഗൗരവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കീമോതെറാപ്പി എടുത്തത്. എന്നാൽ ആ സമയങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നും അവനെ ജലത്തിൽ സാക്ഷീകരിക്കണമെന്നും അവനായി ജീവിക്കണമെന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ അങ്ങനെ തിരുവനന്തപുരം RCCയിലേക്ക് എന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവിടെ കിടത്തി. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ അവിടെ താമസിക്കുവാനിടയായിരുന്നത്. കാരണം എനിക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അവിടെ താമസിച്ച് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് യേശു വിളിക്കുന്ന പ്രാർത്ഥനാ ഗോപുരത്തേക്ക് ഞങ്ങളെ നയിക്കുകയും അവിടെ വെച്ച് സുവിശേഷം കേൾക്കുകയും അവിടെ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ഈ സത്യത്തിലേക്ക് വരുവാൻ കർത്താവ് എനിക്കൊരു മുഖാന്തരം ഒരുക്കി തരികയും ചെയ്തു. അതുവരെയും യാക്കോബായ പാരമ്പര്യത്തിൽ എല്ലാ നോയമ്പുകളും നോക്കി എല്ലാ മധ്യസ്ഥരോടും പ്രാർത്ഥിച്ച് നടന്നിരുന്ന ഞാൻ, എന്നോട് ആരും പറഞ്ഞതൊന്നല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒന്നും പഠിപ്പിച്ചു. എന്നിൽ കൂടെ അല്ലാതെ നിനക്കൊരു രക്ഷയില്ല, എന്നിൽ കൂടെ അല്ലാതെ നിനക്കൊരു സൗഖ്യമില്ല. ഞാനത് എന്ന് തിരിച്ചറിഞ്ഞോ അന്ന് ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലിന്മേൽ നിന്ന് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒന്നു മാത്രം ആഗ്രഹിക്കുന്നു, എനിക്ക് എത്ര നാൾ ജീവൻ ശേഷിച്ചിട്ടുണ്ടോ അത് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, മരണമാണ് കർത്താവ് വെച്ചിരിക്കുന്നെങ്കിൽ കർത്താവുമായിട്ട് എൻ്റെ നിത്യത ചെലവിടുവാൻ എനിക്ക് സഹായിക്കണം. ഞാൻ ഒരിക്കലും കർത്താവ് എന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. ഈ 2 പ്രാർത്ഥനകളാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. അങ്ങനെ കീമോതെറാപ്പി എടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എന്നാൽ സ്നാനപ്പെടുവാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതിനുവേണ്ടി എൻ്റെ മനസ്സ് ഒരുക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ 2002 വീണ്ടും കീമോതെറാപ്പി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി സ്വപ്നങ്ങളിൽ കൂടെ എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നാനം കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും സ്നാനപ്പെട്ടവരില്ല. അതുകൊണ്ട് തന്നെ സ്നാനം ഞാൻ കണ്ടിട്ടുമില്ല. എനിക്ക് സ്നാനം എങ്ങനെയെന്ന് അറിയത്തില്ലായിരുന്നു. 2002 ജാനുവരി മാസത്തിൽ പകുതിയായപ്പോൾ മുതൽ വെള്ളത്തിൽ ഞാൻ ഇറങ്ങുകയും സ്വർഗം തുറക്കുകയും പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് ഇരിക്കുകയും ചെയ്യുന്നതായ ദർശനങ്ങൾ ഞാൻ ആവർത്തിച്ച് കാണുവാൻ തുടങ്ങി. എന്നിട്ട് ഇപ്രകാരം ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ശബ്ദം കേൾക്കുവാൻ തുടങ്ങി, നീ സ്നാനപ്പെടുക, ഗെറ്റ് ബാപ്റ്റൈസ്ഡ്. അങ്ങനെ ആദ്യം സ്വപ്നമായിട്ട് കണ്ടു, അത് ഞാൻ അവഗണിച്ചു, ഞാൻ അനുസരിച്ചില്ല. വീണ്ടും കർത്താവ് എന്നെ ദർശനത്തിൽ കാണിക്കുവാൻ തുടങ്ങി, ഞാൻ അനുസരിച്ചില്ല. പിന്നെ ഒടുക്കം ഞാൻ അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്നാലും അടച്ചാലും ഇതല്ലാതെ എനിക്ക് മനുഷ്യനെ പോലും കാണാൻ വയ്യാത്ത അവസ്ഥയായി തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരമായി എന്നോട് വാദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചത്തെ വാദത്തിന് ശേഷം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന ദൈവസന്നിധിയിൽ തീരുമാനം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവകൃപയാൽ 2002 ജാനുവരി 27 സ്നാനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി മാസം 7 ആത്മാഭിഷേകം പ്രാപിക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. ഇന്ന് ഞാനത് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ, ഞാൻ ആത്മാഭിഷേകം പ്രാപിക്കുമ്പോഴും ഞാൻ സ്നാനപ്പെടുമ്പോഴും കീമോതെറാപ്പി എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് എൻ്റെ തലയിലെ മുടി മൊത്തം പൊഴിഞ്ഞാൽ വിഗ് വെച്ചുകൊണ്ട് ഞാൻ നടക്കുന്ന സമയങ്ങളായിരുന്നു.